ഇന്ന് ചൈനയിൽ എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഏകദേശം 6:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ 5:30 ആകുമ്പോൾ എണീക്കുന്നത്. അങ്ങനെ എണീറ്റിട്ട് ഇന്ന് അവർ വേക്കപ്പ് കോൾ 5:30 അപ്പോൾ താഴോട്ട് നമുക്ക് ചെല്ലേണ്ട സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് 6:30 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 7 ആകുമ്പോഴത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഫുഡിൻ്റെ സമയമായി. നിങ്ങൾ കാണാൻ പറ്റും ഒത്തിരി അധികം ഫുഡ് ഇവിടെ കാണാൻ പറ്റും. ഒരു 80% ചൈനീസ് ഫുഡാണ്. ചൈനയിൽ ഇപ്പോൾ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് പോർക്ക് ഐറ്റംസ് ആണ്. ഇവർ കൂടുതലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പോർക്ക് ഐറ്റംസ് ഇവരുടെ ഫുഡിൽ, എല്ലാ ഫുഡിലും നിങ്ങൾ കാണുന്ന ഓൾമോസ്റ്റ് 90% ഫുഡിലും പോർക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം 4 ദിവസം ഈ ഹോട്ടലിലുണ്ട്. 4 ദിവസവും നമുക്ക് ഈ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മുടെ ടേസ്റ്റിനോ നമ്മുടെ ഫ്ലേവറിലോ ഒന്നും ഉണ്ടാക്കുന്നതല്ലാത്തതുകൊണ്ട് കൂടുതലും ഞാൻ അങ്ങനെ അത് ട്രൈ ചെയ്തില്ല. നമുക്ക് അവിടെ ഓംലെറ്റും ബ്രെഡും ജാമും അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ കൂടുതലും ട്രൈ ചെയ്തത്. ഇനി നമുക്ക് ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യുന്ന ഒത്തിരി ദിവസമുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ആ റിസ്ക് എടുക്കാത്തത്. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, ഒത്തിരി അധികം ആൾക്കാരെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ ഇങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉള്ളതുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ആ റെസ്റ്റോറൻറ്റിൽ ആ ഹോട്ടലിൽ വരുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഫുഡ് ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അടുത്തിരിക്കുന്ന ഒരു ചോപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം കയറി ഒന്ന് യൂസ് ചെയ്യാൻ. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്ര സിമ്പിളാണോ എന്ന് തോന്നി. പക്ഷെ ഫുഡ് എടുക്കാൻ നോക്കിയപ്പോഴാണ് സംഭവം ഇത്തിരി പാടാ. നമുക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലായി. ഞാൻ ആയുധം കീഴടക്കി. പക്ഷെ പയ്യെ ഞാൻ പഠിച്ചു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഏതായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഏകദേശം ടൈം ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കോഫി ഒന്നും കുടിക്കാൻ ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ കോഫി കയ്യിലെടുത്തു. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് കുറേ സ്ഥലങ്ങളിൽ 5-6 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഈ വീഡിയോയിലാകെ 2 സ്ഥലം മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ കോഫിയുണ്ട്. ഇത് ഗൂഗിൾ മാപ്പ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ഏത് രാജ്യത്ത് വരും വഴി തെറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഡ്രൈവറിന് ഗൂഗിൾ മാപ്പ് ഇട്ടപ്പം ബൈക്ക് പോകുന്ന വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചെടുത്തത്. നോക്കിയാൽ മരങ്ങളെല്ലാം കമ്പൗണ്ട് താങ്ങി വെച്ചിരിക്കുന്നത്, കാറ്റത്ത് മറിഞ്ഞു പോകാതിരിക്കാൻ. ഒരു വീട് പണിയുന്നതാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് ഇവരുടെ പണികളും കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഈ അടുത്ത് കാണുന്നത് ഒരു മെട്രോ സ്റ്റേഷനാണ് അവിടുത്തെ. ഇവിടെ മെട്രോസ് എല്ലാം അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. മേളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ട്രെയിൻ പോകുന്നതെല്ലാം താഴെക്കൂടെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്പോട്ടായിട്ടുള്ള ഫോക്സ് വാഗൻ്റെ ഫാക്ടറിയിലോട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ജേർണി. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഒത്തിരിയധികം ന്യൂ മോഡൽ കാർസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഫാക്ടറിയിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അവിടെ എല്ലാവരെയും അവിടെ സീറ്റിംഗ് ഇരുത്തിയതിന് ശേഷം നമുക്ക് ഒരിടത്തെ ഡിസ്പ്ലേയിൽ പ്രൊജക്ഷൻ ത്രൂ ഒരു ഫുൾ ഒരു ഓവർവ്യൂ, എന്താണ് ഫോക്സ് വാഗൻ ഫാക്ടറി, എങ്ങനെ അത് സ്റ്റാർട്ടായി, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, പണിയും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ്ലി ആ വീഡിയോയ്ക്ക് എത്ര കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഫാക്ടറി, ഇതൊരു ഭയങ്കര ഫാക്ടറിയാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു ഫാക്ടറിയാണ് ഫോക്സ് വാഗൻ്റെ ഈ ഒരു ഫാക്ടറി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു വെഹിക്കിളുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യാനും നമ്മുടെ കൂടെ അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫുണ്ട്, നമ്മുടെ ഗൈഡുണ്ട്, നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ട്. ഇത് ഈ പോകുന്ന ഒരു റോബോട്ടിക് ക്ലീനിങ് മെഷീനാണ്. അവിടെ ഈ മേളിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചായിരുന്നോ? അവർ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഫാക്ടറിയിലോട്ട് കയറിയപ്പം ഇവിടുത്തെ വർക്കുകളെല്ലാം ഒരു 90% ചെയ്യുന്നതും മെഷീൻസാണ്. ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. ഏകദേശം 1 അവറിലോളം നമ്മൾ ആ ഫാക്ടറിക്കകത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ കുറച്ച് മിനിറ്റുള്ള വീഡിയോസ്, വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തീയും സ്പാർക്സും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്തൊന്നും നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വളരെ സേഫാന്ന് തോന്നിയ സ്ഥലത്തെ മാത്രം വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടി. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോവും. ഇങ്ങനെ മെഷീൻസ്, വണ്ടിയുടെ ഓരോ ചെറിയ മൈന്യൂട്ട് പാർട്സും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കഴിയുമ്പം മനുഷ്യൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല. എല്ലാ മെഷീൻസാണ് ഇവിടെ ചെയ്തെടുക്കുന്ന ഓരോ പാർട്സും. അത് എങ്ങനെ വേണോ ആ ഷേപ്പിലെല്ലാം അത് ഉണ്ടാക്കി കൊടുക്കും ആ മെഷീൻസ്. നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പെയിൻറ്റിംഗ് ഒക്കെ ഉള്ളൊരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. ഓരോ കാറും ഫുള്ളായിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഒരു ബൂത്തിലോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങും. നമ്മുടെ ഈ തലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കാർ സ്റ്റോറേജ് ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാറൊക്കെ അവിടെ ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ മേളിൽ വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് ചെയ്തിട്ടുള്ളൂ, സെക്യൂരിറ്റി റീസൺസ് കൊണ്ട്. ഒരു വർഷം മില്യൺസ് ഓഫ് കാർസ് ആണ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. ഏകദേശം ഔഡിയും വോക്സ് വാഗനും ഒത്തിരിയധികം ബ്രാൻഡുകളുടെ കാർ ഈ ഒരു ഫാക്ടറി ചെയ്യുന്നുണ്ട്. ചൈനയും
ജർമ്മനും ചേർന്ന് ഒരു കോൺട്രാക്റ്റ് ആണ്. ഏകദേശം ജർമ്മനും ഇതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെൻറ്റും ഇതിൻ്റെ അകത്ത് ഷെയർ. അങ്ങനെ ഒരു വലിയ മാസീവ് പ്രൊഡക്ഷനാണ് ഈ ഒരു ബിൽഡിംഗ് ഫാക്ടറിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെറും 1%. ഈ ഒരു ബിൽഡിങ് നമുക്ക് പോകാൻ പറ്റുന്ന ഈ ഒരു ചെറിയ ഏരിയയിലൂടെ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. ഇതൊരു ഭയങ്കര വലിയൊരു യൂണിറ്റാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് ഇപ്പം നമ്മൾ ഇറങ്ങുവാണ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നതും. റൈറ്റ് സൈഡിലെല്ലാം മെഷീൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഈ മെഷീൻസ് എല്ലാം ഹെവി ലോഡ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പവർ അവിടെ നിൽക്കുമ്പോൾ സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേടി വരും. ഏതായാലും നമ്മുടെ കംപ്ലീറ്റ് പരിപാടികൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പുറകെ കാണുന്നതാണ് ഈ ഒരു ഫുൾ ഫാക്ടറിയുടെ ഒരു മിനിയേച്ചർ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് പറഞ്ഞു തരും അവിടുത്തെ ഗൈഡ്. നമ്മളാകെ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഫുൾ ഏരിയ ഒത്തിരി ഉണ്ടെന്ന് അവർ പറഞ്ഞു. സ്റ്റോറേജും പ്രൊഡക്ഷനും ഒത്തിരി, ഓരോന്നിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒത്തിരി അധികം സ്റ്റാഫും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിലും ഒരു 90% ചെയ്യുന്നത് മെഷീൻസ് ആണ്. അപ്പം ഇതൊക്കെ അവിടെ ചെയ്യുന്ന മോഡൽസ് ആണ്. ഇത്രയും മോഡൽ കാറുകളെല്ലാം അവിടെ മില്യൺസ് ഓഫ് കാർസ് അവരവിടെ നിന്ന് തന്നെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടുതലും ആ രാജ്യം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഒരു 90% ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ടാകുവാണ്. ചില ഡീസൽ പെട്രോൾ വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചില ദിവസങ്ങളിൽ ഗവൺമെൻറ് ആ നേരത്തുകളിൽ ഓടാനൊന്നും സമ്മതിക്കത്തില്ല. അത്രമാത്രം സ്ട്രിക്റ്റ് ആണ് അവിടെ. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ സെക്കൻഡ് സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഷുവാൻജിയോ എന്നാണ് ആ സ്ഥലത്തിന് നമുക്ക് പറഞ്ഞത്. വേറെ പ്രൊനൗൺസിയേഷനൊക്കെയാണ്. ഞാനങ്ങ് നമ്മുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഞാനങ്ങ് പറയുന്നത്. അതൊരു ഏൻഷ്യൻ ടൗൺ ആണ്. ഏകദേശം 1700 വർഷം പഴക്കമുള്ള ഒരു ടൗൺ, ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവരിതിനെ വിളിക്കുന്നത് ഷാങ്ഹായിലെ വെനീസ്. നിങ്ങൾ വെനീസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, വെനീസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര മനോഹരമല്ല? അതുപോലെ നിങ്ങൾ കുറച്ച് മുമ്പ് കാണണം. ഭയങ്കര അടിപൊളിയാണ് ആ സ്ഥലം കാണാൻ. വെനീസ് പോലെ തന്നെ. വെനീസിൽ പോയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു വെനീസ് പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്ഥലമായിരുന്നു. ഒത്തിരി ബ്രിഡ്ജസ് ഉണ്ട്, സ്റ്റോൺ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒത്തിരി ബ്രിഡ്ജസ് ഉണ്ട്. ഏറ്റവും വലിയ അത്ഭുതം 1700 വർഷം ഈ ഒരു സ്ഥലത്തിന് പഴക്കം. ഈ ഷാങ്ഹായിലെ വെനീസ് എന്ന് പറയുന്നത് ഈ ഷുജിയാൻജിയോ എന്നാണ് അതിന് പറയുന്നത്. ഏൻഷ്യൻ ടൗൺ. ഒത്തിരി അധികം സ്റ്റോറുകളും റൈറ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ്സും ചൈനീസ് ഷോപ്പുകളും ഒത്തിരി അധികം ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ചൈനയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. പോർക്കാണ് ശരിക്കും മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ബോട്ട് റൈഡാണ് ഇതിലേക്കൂടെ. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ. നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ അകത്തുള്ളതാണ്. ഈ ഒരു ഏരിയയിൽ കൂടെ നമുക്ക് കംപ്ലീറ്റ്ലി അവർ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. ഭയങ്കര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ബോട്ട് റൈഡും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. ഒത്തിരി സൗണ്ടോ ബഹളമൊന്നുമില്ല. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് റിഫ്രഷ്ഡ് ആയിട്ട് നമുക്ക് അതിലേക്കൂടെ ഇങ്ങനെ ഈ ഒരു ബോട്ട് റൈഡ് ഫീൽ ചെയ്ത് പോകാൻ പറ്റും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാത്തിനും പ്രിസർവ് ചെയ്ത് ഇപ്പോഴും അതൊരു ടൂറിസത്തിനായിട്ട് ഒരു ഇൻകം സോഴ്സായിട്ട് അവരതിനെ കീപ്പ് ചെയ്യുന്നത്. ഭയങ്കര നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒത്തിരി അധികം സ്വീറ്റ്സ് ഷോപ്പുകളുണ്ട്. പലതും നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊന്നും പറ്റുന്നതല്ല. ഇനി നമ്മൾ നമ്മുടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി അധികം മനോഹരമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഒരു വലിയ ബോട്ട് റൈഡായിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ചൈനയിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു പ്ലേസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ മാർക്കറ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ട്രീറ്റാണ്. ഭയങ്കര രസമാണ്. അടുത്തടുത്ത് പല ഷോപ്പുകൾ. നമുക്ക് ഭയങ്കര കൗതുകം തോന്നുകയും
ഭയങ്കര അവിടുത്തെ ഫുഡ് വെറൈറ്റീസും അവിടുത്തെ ടോയ്സും സ്വീറ്റ്സും അങ്ങനത്തെ പല പല ഐറ്റംസ്, റോ മീറ്റും ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ കാണിക്കാം. കാരണം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10 മിനിറ്റായി. ഇതിനി കുറേ കണ്ട് ഇന്നത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്തത് ഇപ്പോൾ 2 പ്ലേസേ ആയിട്ടുള്ളൂ. 5-6 പ്ലേസ് ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് കാണിക്കാം. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് അത്ര അങ്ങോട്ട് പറ്റത്തില്ല. ഇവിടുത്തെ വേറെ ആ ഫുഡിൻ്റെ സ്മെല്ലും ഫ്ലേവറും നമുക്ക് പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ എല്ലാ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ചില സ്ഥലത്തൊക്കെ പച്ച ലൈക്ക് പോർക്കാണ് ഇവരുടെ മെയിൻ ഫുഡ് ഐറ്റം. പോർക്കൊക്കെ പച്ചയ്ക്കും മധുരത്തിൽ മുക്കിയും സോൾട്ടഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ചെയ്യാൻ വരെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. ഇവിടുത്തെ ഫുൾ സ്ട്രീറ്റിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റും അവിടുത്തെ ആൾക്കാരുടെ മ്യൂസിക് കൾച്ചറും അവിടുത്തെ കോഫി വെറൈറ്റീസും എല്ലാം നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് കവർ ചെയ്യും. അപ്പം അടുത്ത വീഡിയോക്കകത്ത് കാണാം. അപ്പം താങ്ക് യു.